തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ, കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രവേശ്, കാസർഗോഡ് അരുൺ പാറക്കൽ എന്നിവർ നമ്മളോടൊപ്പം ഉണ്ട്. ഗോകുൽ, എങ്ങനെയാണ് പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ? 3 മുന്നണികളും അവരുടെ ആഘോഷത്തോടു കൂടിയുള്ള ഈ പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലേക്ക് എത്തുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ പാലക്കാട്ട് നിന്ന് ഗോകുൽ? ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. അതിനാൽ തന്നെ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും ഏതൊരു വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള തീവ്ര ശ്രമമാണ് 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 2 മണിക്കും 3 മണിക്കും ഇടയിലായിരിക്കും പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രകടനങ്ങൾ NDAയും LDFും നടത്തുക. NDA സുൽത്താൻ 3 മുന്നണികളുടെയും പരസ്യപ്രചരണത്തിന്റെ കലാശക്കൊട്ട് എന്ന് പറയുന്ന സുൽത്താൻപേട്ടയിലായിരിക്കും. UDF രാവിലെ മുതൽ തന്നെ അവരുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ജൈനുമേട് ഭാഗത്തുനിന്ന് തുടങ്ങുന്നത്. അത് പല നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി അവസാനം സുൽത്താൻപേട്ടയിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ നടക്കുക. അക്ഷരാർത്ഥത്തിൽ മറ്റു ജില്ലകളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ഒരു ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഒട്ടനവധിയാണ് എന്നുള്ളതിൽ തന്നെ ക്ലാസിക് പോരാട്ടങ്ങളാണ് പാലക്കാട് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്, നഗരസഭയാണ്. BJP ഭരിക്കുന്നു എന്നതിനാൽ തന്നെ അവിടുത്തെ വിജയം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഉറ്റുനോട്ടം, രാഷ്ട്രീയമായിട്ടുള്ള ഉറ്റുനോട്ടം ഏറ്റവും കൂടുതൽ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുണ്ട്. BJP ഭരണം അട്ടിമറിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായിട്ട് UDF നടക്കുന്നു. കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം തന്നെ തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് LDFന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFനാണ് സ്വാഭാവികമായിട്ടുള്ള മേൽക്കൈ. ബഹുഭൂരിപക്ഷങ്ങളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലെ വാർഡുകളും LDF തന്നെയാണ് ഭരിക്കുന്നത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസം LDFനുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലും LDFന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനെയൊക്കെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് UDFന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനാൽ തന്നെ കലാശപ്പോരാട്ടം എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ശക്തമായ പോരാട്ടങ്ങൾ, കൂടുതൽ ആളുകളെ ഇറക്കിക്കൊണ്ട് തങ്ങളുടേതാക്കാൻ, ഈ അവസാന നിമിഷം തങ്ങളുടേതാക്കാനുള്ള ശ്രമങ്ങൾ 3 മുന്നണികളും അവരുടേതായ തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. NDAയും അതായത് BJP ക്യാമ്പും CPM ക്യാമ്പും ഇപ്പോൾ ഈ ഉച്ചവരെയുള്ള സമയങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് സമാഹരണത്തിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി വോട്ടുകൾ ഉറപ്പാക്കാൻ വേണ്ടി 3 മുന്നണികളും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. പരസ്യപ്രചാരണത്തിന് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങളാണ് ഗൂഗിൾ കെ വേണുഗോപാൽ പങ്കുവച്ചത്. കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, കോഴിക്കോട്ടെ സാഹചര്യം എന്താണ്? ആഘോഷപൂർവ്വമായിരിക്കുമല്ലോ ഈ കുട്ടിക്കലാശം. മുന്നണികൾ അവസാനവട്ട പ്രചാരണം എങ്ങനെയാണ് കൊഴുപ്പിക്കുന്നത്? ഗോപീകൃഷ്ണൻ, കോഴിക്കോടും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഈ അവസാനവട്ട കലാശക്കൊട്ടിന് വേണ്ടി മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു BJP ക്യാമ്പിലാണുള്ളത്. ഇവിടെ ഇന്ന് വൈകുന്നേരത്തെ റോഡ് ഷോ അതൊക്കെ കളറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമെന്നുള്ളൊരു UDF രംഗത്തിറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെയുള്ള ഒരുപാട് നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു. ഇപ്പോൾ മാവൂർ റോഡ് 62ാം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ശ്രീജ അവരുടെ ഓഫീസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അവരുടെ പ്രചരണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവസാനവട്ട പ്രചരണം? നമസ്കാരം. അവസാന ഘട്ടം നല്ല രീതിയിൽ തന്നെ പോകുന്നു. നമ്മളിപ്പോൾ 3 തവണ എല്ലാ വീടുകളിലും സമ്പർക്കം ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ തവണ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അവസാന ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും സ്ലിപ്പ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം കൊട്ടിക്കലാശമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഈ വാർഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഓടിയിട്ടുള്ളത്. അത് ഇന്ന് വൈകുന്നേരത്തോടെ കഴിയുകയാണ്. പിന്നെ നിശബ്ദ പ്രചരണം മാത്രം പിന്നീടുള്ള ദിവസം. റോഡ് ഷോ കളറാക്കും? തീർച്ചയായിട്ടും കളറാക്കും. അപ്പോൾ കോഴിക്കോട്ടെ ഒരു പൊതു സാഹചര്യം ഇതാണ് ഗോപി. ഇപ്പോൾ ചിലയിടങ്ങളിൽ കൊട്ടിക്കലാശമില്ല. ഇപ്പോൾ താമരശ്ശേരി നമുക്കറിയാം, ഫ്രഷ് കട്ട് സമരം കണ്ട ഭൂമികയാണ്. അവിടെ കൊട്ടിക്കലാശത്തിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താമരശ്ശേരിയിൽ കൊട്ടിക്കലാശം ഉണ്ടാകില്ല, പേരാമ്പ്ര നഗരത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെ പ്രശ്നബാധിത മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊട്ടിക്കലാശം നടത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും കൊട്ടിക്കലാശങ്ങൾ നടക്കുക. എന്തായാലും വൈകുന്നേരം 2 മണി മുതൽ തന്നെ നഗരത്തിലെ ഓരോ മേഖലകളും വിവിധ പാർട്ടികളുടെ കൊട്ടിക്കലാശം, ആഘോഷം, റോഡ് ഷോ ഇതൊക്കെ ഉണ്ടാകും. ഗോപീകൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.